പഞ്ചാബിൽ നിന്നുള്ള ബി.ജെ.പിയുടെ വലിയ കുതിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, കൗൺസിലുകൾ, നഗർ പഞ്ചായത്തുകൾ എന്നിങ്ങനെയുള്ള തിരഞ്ഞെടുപ്പിലെ റിസൾട്ടായിരുന്നു. ഈ റിസൾട്ടിൽ വമ്പൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചാബ് എന്ന് പറയുന്ന ആ സംസ്ഥാനം, അവിടെ ബി.ജെ.പിക്ക് നിലവിൽ ഉള്ളത് വെറും 2 സീറ്റുകൾ മാത്രമാണ്. കർഷക സമരത്തിന്റെ ചൂട് ബി.ജെ.പി ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരു സംസ്ഥാനം കൂടെയാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പോരാത്തതിന് പഞ്ചാബിൽ ഇതുവരെ ബി.ജെ.പിക്ക് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല. 23 സീറ്റ് വരെ ബി.ജെ.പിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പഞ്ചാബിൽ വേരുറച്ച ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായിരുന്നാലും ബി.ജെ.പി ഏത് സംസ്ഥാനത്ത് ഭരിക്കാനായി കയറിയാലും ബി.ജെ.പി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള സഖ്യകക്ഷികളുമായി ചെറിയ പാർട്ടിയായി കുറഞ്ഞ സീറ്റുകളിൽ ബി.ജെ.പി തുടങ്ങുകയും പിന്നീട് ആ സംസ്ഥാനം പിടിച്ചടക്കുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബീഹാറും മഹാരാഷ്ട്രയും എല്ലാം അതിന് ഉദാഹരണമാണ്. എന്നാൽ പഞ്ചാബിൽ മാത്രം ബി.ജെ.പിക്ക് ഒരു സിക്ക് മുഖം ഇല്ല. പോരാത്തതിന് ഈ കർഷക പ്രക്ഷോഭം വന്നതോടുകൂടി വലിയ രീതിയിൽ ബി.ജെ.പി പഞ്ചാബിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു വമ്പൻ കുതിപ്പും ഒരു തിരിച്ചുവരവും ബി.ജെ.പി നടത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ഈ സമയത്ത് നടത്തിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ദില്ലി ചലോ എന്ന് പറയുന്ന കർഷകരുടെ ഒരു വലിയ മാർച്ച് കൂടെ ശംഭു അതിർത്തിയിലടക്കം സംഘർഷഭരിതമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇത് ബി.ജെ.പിക്ക് ഒരു വമ്പൻ നേട്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നമുക്ക് ആ ഇലക്ഷൻ റിസൾട്ടുകളിലേക്ക് ഒന്ന് പോകാം. അതായത് പഞ്ചാബിലെ മുനിസിപ്പൽ ഇലക്ഷനുകളിൽ ബി.ജെ.പിക്ക് ഗണ്യമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ലുധിയാന വാർഡ് ഇപ്പോൾ എ.പി ആണ് പഞ്ചാബ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും എ.പിക്ക് തന്നെയാണ് അവിടെ മുൻകൈ ഉള്ളത്. എന്നിരുന്നാൽ പോലും ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം ബി.ജെ.പി നടത്തിയിട്ടുണ്ട്. ഇത് എ.പിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ലുധിയാന വാർഡിൽ 77-ൽ എ.പി എം.എൽ.എ അശോക് പ്രഷാർ, അദ്ദേഹത്തിന്റെ ഭാര്യ മീനു പ്രഷാർ ആണ് മത്സരിച്ചിരുന്നത്. ഇത് വലിയൊരു തിരിച്ചടിയാണ് എ.പിയുടേത്. ഈ ബി.ജെ.പിയുടെ പൂനം രത്ന അവരെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ എ.പി എം.എൽ.എ അശോക് പ്രഷാർ എന്ന് പറയുമ്പോൾ അതിശക്തനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വിജയം ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷെ അവിടെ ബി.ജെ.പി ഒരു അട്ടിമറി വിജയം അവിടെ നേടി എന്ന് പറയുമ്പോൾ അത് എ.പിയെ വളരെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാതെ തരമില്ല. ഈ ലുധിയാന, ജലന്ധർ, അമൃത്സർ, ഹഗ്വാര, പട്യാല മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ബി.ജെ.പി വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. നിരവധി വാർഡുകൾ ബി.ജെ.പി പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഭാട്സൺ, ബീഗി, ദിർഭ, രാജാസാൻസി, ഗോറായ തുടങ്ങിയ നഗർ പഞ്ചായത്തുകളിലും സംഗ്രൂർ മുനിസിപ്പൽ കൗൺസിലുകളിലും ബി.ജെ.പി വലിയ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് എത്രയാണ് ആ സംഖ്യ എന്ന് നോക്കാം. ലുധിയാനയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ 90 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ 19 വാർഡുകൾ ബി.ജെ.പി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് രജനീഷ് ധിമാനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ശിരോമണി അകാലിദൾ, പഞ്ചാബിലെ ഏറ്റവും വേരൂന്നിയ പാർട്ടിയാണ് ഈ ശിരോമണി അകാലിദൾ എന്ന് പറയുന്നത്. ഇവർ 78 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വെറും 2 സീറ്റുകളിൽ മാത്രമേ ഇവർക്ക് വിജയിക്കാൻ സാധിച്ചുള്ളൂ. ബി.ജെ.പി 90 എണ്ണത്തിൽ മത്സരിച്ചതിൽ ബി.ജെ.പി 19 എണ്ണത്തിൽ വിജയിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ എ.പിക്ക് ഒരു തിരിച്ചടി അവിടെയും കിട്ടിയിട്ടുണ്ട്. എ.പി ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് മുണ്ടയുടെ വാർഡ് 23-ൽ ബി.ജെ.പി ആണ് ജയിച്ചത് എന്നുള്ളതാണ് എ.പിക്ക് കിട്ടിയ അടുത്ത തിരിച്ചടി എന്ന് പറയുന്നത്. ബി.ജെ.പിയുടെ ശോഭാ റാണി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആണ് അവിടെ വിജയിച്ചത്. പോരാത്തതിന് വാർഡ് 21-ൽ ഇഷ്പ്രിത് കൗൾ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആണ് വിജയിച്ചത്. ഇനി ഫഗ്വാറയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവിടെ എ.പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. എ.പി വലിയ വിജയം പ്രതീക്ഷിച്ച ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ പോലും അവിടെ എ.പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. 50 സീറ്റിൽ മത്സരിച്ച എ.പിക്ക് വെറും 12 സീറ്റ് മാത്രമേ അവിടെ വിജയിക്കാനായി സാധിച്ചുള്ളൂ. ഇതോടുകൂടി എ.പിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായി. മറിച്ച് കോൺഗ്രസിനാണ് അവിടെ 22 സീറ്റ്. കോൺഗ്രസിന് അവിടെ വ്യക്തമായ മേൽക്കൈയുണ്ട്. 37 സീറ്റിൽ മത്സരിച്ച ബി.ജെ.പിക്ക് 4 സീറ്റ് അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് സിഖുകാരുടെ വളരെ വലിയ അതിപ്രസരമുള്ള ഒരു മേഖലയാണ്. അവിടെ ബി.ജെ.പി 4 സീറ്റ് പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ കർഷക സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സിഖുകാർക്ക് ബി.ജെ.പിയെ കണ്ണെടുത്താൽ കണ്ണുകൂടാത്ത ഒരു സാഹചര്യം രാജ്യത്തുണ്ട് എന്ന് പ്രതിപക്ഷങ്ങളടക്കം പറയുന്ന ഒരു സാഹചര്യത്തിൽ
സാഹചര്യത്തിലാണ് ഇത് പിടിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇനി സിഖ് പിന്നോക്കക്കാർ, ദളിത് പിന്നോക്കക്കാർ എന്നിങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് BJP നടത്തിയ വ്യക്തമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പോരാത്തതിന് BJPക്ക് ഇതുവരെയും ഒരു സിഖ് മുഖം അവിടെ ഇല്ല എന്നുള്ളത് BJPയുടെ ഒരു അപജയമായി പാർട്ടി ഇപ്പോഴും കണക്കാക്കുന്നുണ്ട്. അമരീന്ദർ സിംഗിനെ പോലെയുള്ള ആൾക്കാരെ കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് BJPയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും BJPക്ക് ഇപ്പോഴും ആ കുറവ് നികത്താനായി സാധിച്ചിട്ടില്ല. നേരത്തെ നവ്ജോത് സിംഗ് സിദ്ധുവിനെ പോലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും BJP അവിടെ ആ കുറവ് അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി മാൻസയിലെ BB നഗറിൽ AAP അവിടെ 13 സീറ്റുകളിൽ മത്സരിച്ചതിൽ വെറും 7 സീറ്റുകൾ വിജയിച്ചപ്പോൾ BJP അവിടെ 5 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അമൃത്സറിൽ 9-ൽ 6 സീറ്റും, ലുധിയാനയിൽ 19-ൽ 11 സീറ്റും, ജലന്ധറിൽ 20-ൽ 8 സീറ്റുകളും BJP പിടിച്ചെടുത്തു ഈ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ജലന്ധർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 83 വാർഡുകളിൽ 19-ൽ BJP വിജയിച്ചപ്പോൾ 31-ൽ 3 SAD വിജയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മത്സരിച്ച 84 വാർഡുകളിൽ 9 BJPയും 69 SADയും നേടിയിട്ടുണ്ട്. പട്യാല മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ 60 വാർഡുകളിൽ 53 വോട്ടെടുപ്പ് നടന്നപ്പോൾ മത്സരിച്ച 25 സീറ്റുകളിൽ 4 BJP വിജയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്വന്തം ജില്ലയായ സംഗ്രൂരിൽ പോലും ആം ആദ്മിക്ക് അവിടെ ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ BJP പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തിലായിട്ടുണ്ട്. കാരണം 2 സീറ്റിൽ നിന്ന് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി വളരാമെങ്കിൽ പഞ്ചാബിൽ BJP ഭരിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സംസ്ഥാനം ഭരിക്കാനായി ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി കാത്തിരിക്കാൻ എത്ര കൊല്ലം വേണമെങ്കിലും BJP പ്രവർത്തകരും ഈ പാർട്ടിയും തയ്യാറാണ് എന്നിടത്താണ് മറ്റുള്ള പാർട്ടികൾ BJP ഇപ്പോഴുണ്ടാക്കിയ ഈ കുതിപ്പിനെ ഭയപ്പെടേണ്ടതായി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.